ശരീരത്ത് വെള്ളം തെറിപ്പിച്ചത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയെ KSRTC സിപ്പ് ബസ് ഇടിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി. ആലപ്പുഴ അരൂർ സ്വദേശി യദുകൃഷ്ണനാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം. വിവരങ്ങളുമായി ചേർന്നു. ഒരു കുട്ടി ബസ്സിൻ്റെ മുന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ ബസ് മുന്നോട്ടെടുക്കാൻ ധൈര്യം കാണിച്ച ഇയാളൊക്കെ ഡ്രൈവർ എന്നുള്ള ലൈസൻസ് പോയിട്ട് പേരിന് പോലും അർഹനല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയേശൻ, തീർച്ചയായും എസ്കേൻ, അതായത് ഇന്നലെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. അരൂർ ക്ഷേത്രം കവലയ്ക്ക് സമീപം എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ നമുക്കറിയാം NH-66 പണി നടക്കുന്നതിനാൽ ആ ഭാഗം മുഴുവൻ ചെളിക്കുളമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് കനത്ത മഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ വലിയ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അതുവഴി KSRTC ബസ്സുകൾ അമിത വേഗത്തിൽ പോകുന്നു എന്ന പരാതി ഏറെ നാളുകളായുണ്ട്. അതിനിടെയാണ് പുലർച്ചെ കോളേജിലേക്ക് പോയ ഈ വിദ്യാർത്ഥിയുടെ ദേഹത്തേക്ക് അമിത വേഗത്തിലെത്തിയ സ്വിഫ്റ്റ് ബസ് വെള്ളം തെറിപ്പിച്ചത്. യൂണിഫോം ആകെ വെള്ളമായി, കോളേജിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയായി. യദുകൃഷ്ണൻ ഈ ബസ്സിന് പിന്നാലെ ചെന്ന ബസ് തടഞ്ഞു നിർത്തി കാര്യം പറയുകയാണ്. ഇത് പ്രതിഷേധം രേഖപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കണക്കാക്കാതെ യദുകൃഷ്ണനെ ഇടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ബസ് ശ്രമിക്കുന്നത്. അതിനിടെ നാട്ടുകാരും അവിടുത്തെ കച്ചവടക്കാരുമൊക്കെ ബഹളം വെച്ച് ബസ് നിർത്തിച്ചു. ഈ ഡ്രൈവറോട് സംസാരിക്കാനായി യദു മുന്നിലേക്ക് പോയ സമയത്ത് ബസ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. KL 15A2600 എന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ അരൂർ പോലീസിൽ യദുകൃഷ്ണൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ അരൂർ പാതയിൽ തന്നെ യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിച്ച ബസ് അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അത് ഇഷ്ടപ്പെടാതെ ഡ്രൈവറും കണ്ടക്ടറും നടു റോഡിൽ ബസ് നിർത്തിപ്പോയ സംഭവം ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ അമിത വേഗം നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിലവിൽ KSRTC ഡ്രൈവർക്കെതിരെ ഇതുവരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.